ടോപ്പ് 3 ആരായിരിക്കും ഈ സീസൺ? ഇതിലോ ആ. പ്രഡിക്റ്റബിൾ എന്ന് പറയുമ്പോഴത്തേക്കും സെയിം എല്ലാവരുടെയൊക്കെ പ്രഡിക്ഷൻ പോലെ തന്നെയാണ്. അനീഷ് വരും, അനുമോള് വരും, നൂറ വരും. അനീഷ്, അനുമോൾ, നൂറ. നൂറ. ഓക്കെ. ഷാനവാസ്, അക്ബർ എന്താ സാധ്യത? അക്ബർ, എനിക്ക് പേഴ്സണലി അക്ബറിന്റെ ഇഷ്ടമാണ്. ആ. അക്ബറിന്റെ മത്സരത്തെ. ആ. ആദിലയുടെ ഇഷ്ടമാണ്. ആ. അപ്പൊ സാധ്യതയില്ലല്ലോ. നമ്മുടെ വോട്ടിംഗ് Okay. പാറ്റേൺ ഒക്കെ അൺഒഫീഷ്യൽ വോട്ടിംഗ് ഒക്കെ നോക്കുമ്പോഴും ഉം. അവരൊന്നും എത്തുന്നില്ല അവിടെ. അവസാനം ലാലേട്ടൻ ആരുടെ കൈപൊക്ക ആയിരിക്കും പിടിച്ചു പൊക്കുക? ആരുടെ കൈ പൊക്കിയാലും ആദ്യകാലത്ത് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് അത് PR വർക്ക് കൊണ്ട് ജയിച്ചു എന്നുള്ളത് ഈ സീസൺ ആ വിന്നർ അനുഭവിക്കേണ്ടി വരും. അത് ആരാണെങ്കിലും. ആരാണെങ്കിലും. ഓക്കെ. ഇപ്പം അത് അനീഷ് കഴിഞ്ഞ ആയിക്കോട്ടെ, സീസണിലെ കേൾക്കുന്ന പോലെ, വിന്നറിന് കേൾക്കുന്ന പോലെ രീതിയിലേക്ക് ആയിരിക്കും. കഴിഞ്ഞ സീസണിൽ പിന്നെയും അത് പിന്നെ അവരത് ടോപ്പിക് ആക്കി എടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഈ സീസണിൽ ബിഗ് ബോസിന് തന്നെ അതൊരു അകത്ത് തന്നെ അതൊരു കോൺട്രോവേഴ്സ്യൽ സാധനമായിട്ട് വന്നു. ബിഗ് ബോസ് അത് കൊടുത്തു. PR വിഷയം തന്നെ വലിയൊരു ടോപ്പിക്കായി മാറി. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു തോന്നലാണ്, ഈ ബിഗ് ബോസ് സീസണിൽ ആര് വിന്നറായാലും ആ സീസൺ വിന്നർ ചിലപ്പോൾ തുടക്ക സമയത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെടാം. പിന്നെ പറയാം ഏവനും വിന്നർ ആയിക്കൂടെ, PR ഇല്ലേ എന്നൊക്കെ പറയും.